ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി 4 മണി പലഹാരമാണ്. അപ്പോൾ ഒരു അടിപൊളി സ്നേക്കാണ് കൊള്ളി ചിപ്സ്. കപ്പ കൊണ്ടുള്ള അല്ലെങ്കിൽ മരച്ചീനി എന്നൊക്കെ പറയും, അതുകൊണ്ടുള്ള ഒരു ചിപ്സാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ. ഒരു നേരിയ രൂപത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ നല്ല തിന്നായി കട്ട് ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ പൊരിഞ്ഞ് കിട്ടൂല നമുക്ക്. അതുകൊണ്ടാണ് ഇത്രയും തിന്നായി കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്തെടുത്ത കപ്പയൊക്കെ ഒന്ന് ഉപ്പ് വെള്ളത്തിൽ കഴുകിയെടുക്കുക. അപ്പോൾ അതിലേക്ക് ഉപ്പ് പിടിക്കുകയും ചെയ്യും, അത് ക്ലീൻ ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ ഉപ്പ് വെള്ളത്തിൽ കഴുകിയെടുക്കുന്നത്. അന്ന് ഉപ്പിട്ട് നന്നായി ഒന്ന് കലക്കി കൊടുക്കുക. ഒരു ഉപ്പ് വെള്ളമാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ച കപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. നല്ല ഫൈനായി ചോപ്പ് ചെയ്താണ്. അതിൽ കുറേ വേസ്റ്റ് ഉണ്ടാവും, അതൊക്കെ കഴുകിയെടുക്കുക. ഒന്ന് ഉണക്കിയെടുക്കുക ഒരു തുണി കൊണ്ട്. ഇപ്പോൾ ഇതാ നല്ല ഉണങ്ങിയ സ്റ്റിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു ചീനിച്ചട്ടി എടുത്ത് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കുക. ഇത്രേ പണിയുള്ളൂ. ഇട്ട് കൊടുക്കുക. കുറേ ഇട്ട് കൊടുക്കരുത്. കുറേ ഇട്ട് കൊടുത്താൽ എല്ലാം മുരിഞ്ഞ് കിട്ടൂല. അപ്പോൾ ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിൻ്റെ മുകൾ ഭാഗം ഉള്ളിൽ വേവില്ല, നമുക്ക് പൊരിഞ്ഞ ഒരു ക്രിസ്പി രൂപത്തിൽ കിട്ടില്ല അങ്ങനെ ചെയ്താൽ. അതുകൊണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് മറിച്ചിട്ട് ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്കിത് കോരിയെടുക്കാം. കൂടുതൽ കളറാവേണ്ട, അത് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിത് ഒന്ന് ചൂട് തണിയുമ്പോൾ അതിന് അതേ കളറ് വരും. അപ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇട്ടിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തത്. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും കുക്ക് ചെയ്യരുത്. ഒന്ന് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. കപ്പ ചിപ്സ്, കൊള്ളി ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഉപ്പും മുളക് പൊടിയും ചേർത്തുള്ള ഒരു പൊടിയാണ് ഇത് ചേർക്കുന്നത്. ഉപ്പും മുളക് പൊടിയും മിക്സ് ചെയ്താണ് ചേർക്കുന്നത്. എരിവിന് വേണ്ടിയാണ്. എരിവിനും ഒരു ഉപ്പ് അതിൻ്റെ ഒരു കോട്ടിങ്ങായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മുഴുവനായി ഒന്ന് മിക്സ് ചെയ്യുക. ഇങ്ങനെ ഇളക്കിയോ അല്ലെങ്കിൽ കൈ കൊണ്ട് ഇളക്കിയോ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ അടിപൊളി സ്നേക്ക് റെഡി ആയിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ തിന്നിരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്